എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എൻ്റെ പേര് അഞ്ജലി, ഞാനൊരു ആർക്കിടെക്റ്റാണ്. ഓക്കെ, സോ നമ്മളിന്ന് എൻ്റെ ഒരു 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ആർക്കിടെക്ട്സ് തന്നെയാണ്. പിന്നെ ഒരു കസിനായിട്ട് നമ്മളൊരു കുഞ്ഞു ട്രിപ്പ് വന്നേക്കാണ്. ഒരു 2 ഡേയ്സ് ട്രിപ്പ്, 2 days and 1 night സ്റ്റേ എന്നുള്ള രീതിയിലുള്ള കുഞ്ഞു ട്രിപ്പ്. സോ പോണ്ടിച്ചേരിയാണ് ലൊക്കേഷൻ. സോ വെൽക്കം ടു പോണ്ടിച്ചേരി. ഇതൊരു കുട്ടി ട്രാവൽ വ്ളോഗാണ്. സോ പോണ്ടിച്ചേരിയിലെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് തന്നെ ഇവരുടെ ഫ്രഞ്ച് ഇൻസ്പയർഡ് ആർക്കിടെക്ചറും കളർഫുൾ സ്ട്രീറ്റ്സും ബീച്ചസും ഒക്കെയാണ്. അതേപോലെ തന്നെ ഇവരുടെ ഫ്രഞ്ച് സൗത്ത് ഇന്ത്യൻ കുസീൻസും എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ് പോണ്ടിച്ചേരിയിൽ. തവണ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ആൻഡ് എക്സ്പ്ലോർ ദിസ് ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ ടുഗെദർ. ആക്ച്വലി ഞാൻ പോണ്ടിച്ചേരി ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ്. മുൻപ് ഞങ്ങൾ കോളേജിൽ പഠിച്ചപ്പോൾ ഫസ്റ്റ് ഇയർ നമ്മൾ പോണ്ടിച്ചേരി വന്നിട്ടുണ്ടായിരുന്നു. പോണ്ടിച്ചേരി മാത്രമല്ലായിരുന്നു അത്, പോണ്ടിച്ചേരി, മഹാബലിപുരം, പിന്നെ തഞ്ചാവൂർ, മധുര, അങ്ങനെ ഒരു 12-13 ഡേയ്സിൻ്റെ ഒരു ട്രിപ്പായിരുന്നു. പിന്നെ ഇത് പോണ്ടിച്ചേരി മാത്രമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. പിന്നെ നമ്മൾ കൂടെയുള്ളവർ വർക്കിംഗ് ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ ലീവ് കിട്ടാത്തത് നമ്മൾ 2 days ഒക്കെ ആക്കി. അങ്ങനെ നമ്മൾ പോണ്ടിയെത്തി. പക്ഷേ ആക്ച്വലി ഇവിടെ ക്ലൈമറ്റ് കുറച്ച് സീനാണ്. ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ തൊട്ട് മഴയാണ്. 2 വീലർ റെൻ്റ് എടുത്തത് കാരണം കുറച്ച് ചടങ്ങാണ്. എന്നാലും നമ്മളിപ്പോൾ ഒരു വീക്കിലേക്ക് നമ്മൾ യാത്രയായിരിക്കുകയാണ്. സോ നമ്മളിപ്പോൾ വന്ന് ഫ്രഷനപ്പായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമ്മൾ സുറുഗുരു അങ്ങനെ എന്തോന്ന് തോന്നുന്നു ആ റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ ദോശയൊക്കെ കഴിച്ചു. ആക്ച്വലി കുറച്ച് ക്ലിപ്സ് ഉണ്ട്. നമ്മൾ വരുന്ന വഴി പ്രോപ്പർ വ്ളോഗ് ചെയ്തില്ല, ഒരുങ്ങിയിട്ട് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ കുറച്ച് ക്ലിപ്സ് കണ്ടിട്ട് വരും. നമ്മൾ പോവാണ്, നമ്മള് പോണ്ടിച്ചേരി പോവാ. 10th ഡിസംബർ ഒരു 7-7:30 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ എറണാകുളം പൈപ്പ് ലൈനിൽ ബസ് ബോർഡ് ചെയ്തത്. സുരേഷ് കല്ലറ ട്രാവൽസിൻ്റെ AC സ്ലീപ്പർ ബസ്സായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തത്. ഏകദേശം 1200 ആയിരുന്നു ടിക്കറ്റ് റേറ്റ്. 4 പേരുള്ളതുകൊണ്ട് മുകളിലും താഴോട്ടേക്കായിരുന്നു സീറ്റ് എടുത്തിട്ടുണ്ടായത്. റിട്ടേൺ നമ്മൾ സെയിം ബസ് തന്നെ, കല്ലറ ട്രാവൽസിൻ്റെ. പിന്നെ രാത്രിയിലുള്ള ട്രാവൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റായിട്ടൊരു ചിക്കൻ റോൾ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഡിന്നറായിട്ട്. നമ്മുടെ ഡിന്നറാണ്. അതിലൊരു 5:30 ഒക്കെ ആയപ്പോൾ ഡ്രൈവർ ചേട്ടൻ ഞങ്ങളെ വിളിച്ചു നിർത്തി ഒരു പിക്കപ്പ് വാനിൽ കയറ്റി വിട്ടു. ഏകദേശം ഒരു 6:30 ഒക്കെ ആയപ്പോൾ നമ്മൾ പോണ്ടിച്ചേരി എത്തി. പിന്നെ അവിടെ ചെന്ന പാടെയാണെങ്കിൽ ഒരു ഓട്ടോ ചേട്ടൻ ഞങ്ങളെയും ബുക്ക് ചെയ്ത് ആ ചേട്ടൻ്റെ റെൻ്റർ ഷോപ്പിലേക്കാണ് വണ്ടി വിട്ടത്. പൊട്ടക്കോലാണെന്നറിയാം, ബട്ട് നമ്മളിപ്പോൾ വണ്ടി റെൻ്റ് എടുക്കാൻ വന്നേക്കോ. ദീപ്തി ചേച്ചിയും ദേവുമായിരുന്നു കേട്ടോ നമ്മുടെ കൂട്ടത്തിലെ പ്രോ റൈഡേഴ്സ്. പിന്നെ 1700 രൂപയായിരുന്നു നമുക്ക് 2 സ്കൂട്ടറിന് 2 ദിവസത്തെ റെൻ്റായിട്ട് അവർ വാങ്ങിയത്. പിന്നെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് പോയി പെട്രോൾ അടിച്ചെങ്കിലും ഫുൾ ടാങ്ക് അടിച്ച് മണ്ടത്തരം കാണിച്ച് റിഗ്രറ്റ് അടിച്ച് നമ്മൾ തിരിച്ചു പോകുന്നത്. പിന്നെ നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ സ്ട്രെയിറ്റ് സുർഗുരു റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടു. എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നൊരു പ്ലേസ് ആയിരുന്നു അത്. അവിടുന്ന് സ്ട്രെയിറ്റ് ഫ്രഷനപ്പൊക്കെ ആയി ബ്രഷൊക്കെ ചെയ്തിരുന്നു. പിന്നെ സ്ഥിരം ഗീ റോസ്റ്റൊക്കെ കഴിക്കുന്ന ആളാണെങ്കിലും വെറൈറ്റി ആയിട്ട് ഗീ പൊടിദോശയും അവരെല്ലാവരും മസാല ദോശയൊക്കെയാണ് കഴിച്ചിരുന്നത്. ഫെങ്കൽ സൈക്ലോണും ഫ്ലഡും ഒക്കെ ആയിടയ്ക്ക് കഴിഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇറങ്ങിയത്. പിന്നെ ഇനി താമസത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തത് ലാക്സ് റെസിഡൻസി എന്ന് പറഞ്ഞൊരു ഹോട്ടലിലായിരുന്നു. വിളിച്ച് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ടാക്സില്ലാതെ 3000 രൂപയ്ക്കാണ് നമ്മൾ ആ റൂം കിട്ടിയത്. ഒരു 3 ബെഡ്റൂം വിത്ത് ബാൽക്കണി ആയിരുന്നു. സോ പെർ ഹെഡ് ഒരു 750 ഒക്കെ വരുന്നുള്ളൂ. അതായത് ഹോസ്റ്റൽ ഡോർമെറ്ററി നോക്കിയാലും ആ റേറ്റ് വരും. അപ്പോൾ പിന്നെ എന്തുകൊണ്ടും ബെറ്റർ റൂമാണെന്ന് തോന്നി നമുക്ക്. ഓക്കെ, സോ അവരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ അതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് അരുൾമികു വിനായകർ ടെമ്പിൾ, അതാണ് തോന്നുന്ന പേര്. നമ്മൾ ആ ടെമ്പിളിൻ്റെ അകത്താണ് പോകുന്നത്. അത് കാരണം നമ്മളെല്ലാവരും കുർത്തിയൊക്കെ ഇട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഡ്രസ്സ് മാറിയിട്ട് പോണ്ടിച്ചേരി എക്സ്പ്ലോർ ചെയ്യാൻ പോകത്തുള്ളൂ. മുടിയൊക്കെ കെട്ടി കുറച്ച് ഫീലായിട്ടുണ്ട് അപ്പോഴേക്ക് കയറാനായിട്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തില്ലേ. കമോൺ ഗൈസ്, അതെങ്ങ് വേഗം വരും. ഹലോ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ദീപ്തി. ഹലോ, പറ പേര്. പേര് പറ. ഗീതു. ഹായ്.
നമ്മുടെ ലാക്സ് റെസിഡൻസി ഹോട്ടൽ വൈറ്റ് ടൗൺ സെൻറ്ററിൽ തന്നെ ആയതുകൊണ്ട് തന്നെ എല്ലാ മേജർ ഡെസ്റ്റിനേഷൻസും ഒരു വിതിൻ 2-3 കിലോമീറ്റേഴ്സ് ഉള്ളിൽ തന്നെയായിരുന്നു. നമുക്ക് ഈസി ആക്സസ് ആയിരുന്നു എല്ലായിടത്തേക്കും. അയ്യോ ക്യാമറയിലേക്ക് നോക്കണം കേട്ടോ. ഹലോ എവിടെ? ബായ്. നമ്മളിപ്പോ അമ്പലത്തിന്റെ സൈഡിലെത്തി. ഒരാൾക്ക് പൂ വേണം, നമുക്ക് പൂ വാങ്ങിച്ചിട്ട് അമ്പലത്തിൽ കയറാം. ഇതാണ് ഫേമസ് അരുൾമിഗു ടെമ്പിൾ. ഹായ്, നമ്മളിപ്പോൾ അവരുള്ളിൽ കയറി. നമ്മളിപ്പോൾ പുറത്ത് നിൽക്കുകയാണ്. നല്ല രസമുണ്ട് എല്ലാം കാണാനായിട്ട്. പക്ഷെ ഇവിടെ പൂവില്ല, അതാണ് പ്രശ്നം. സോ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് 2 പടമൊക്കെ എടുത്തിട്ട് പിക്സ് എടുത്തിട്ട് നമ്മൾ തിരിച്ച് റൂമിൽ പോയിട്ട് ഒന്നും കൂടി റെഡി ആയിട്ട് നമ്മൾ പുറത്തിറങ്ങും. അപ്പോൾ ഇപ്പം ആക്ച്വലി സംസ്കാരി ലുക്കാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പരിഷ്കാരി ലുക്കായിരിക്കും. എന്തേലും പറ. അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് വന്ന് നിൽക്കുകയാണ്. നല്ല ക്ലൈമറ്റാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്. അതെ, ബാക്കി നെക്സ്റ്റ് പോകും. ആക്ച്വലി ഇപ്പോഴത്തെ ക്ലൈമറ്റ് കുഴപ്പമില്ല. അതായത് ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണെങ്കിൽ വലിയ സീനില്ല. പക്ഷേ മഴയും ആണ്, ഭയങ്കര വെയിലും ആണെങ്കിൽ കുറച്ച് പണിയാണ്. ഈ ഒരു ക്ലൈമറ്റ് കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. നമ്മൾ തിരിച്ചു വന്ന് ഒന്നുകൂടി ഫോട്ടോ എടുക്കാൻ കയറി. ഇതൊരു ഫേമസ് അമ്പലം കേട്ടോ. ഒരു ഫോട്ടോഷൂട്ടാണ്. കൊള്ളാലേ, നമ്മളെ ക്രിഞ്ചാണെന്ന് പറയാം. എവിടെ സോ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ റൂമിൽ പോയി റെഡി ആയിട്ട് നമ്മൾ വൈറ്റ് ടൗൺ കറങ്ങാൻ ചെല്ലും. ആക്ച്വലി ഇതിൻ്റെ ഫ്രണ്ടിൽ കുറേ ആൾക്കാരുണ്ട്. അനുഭവം പറ. അവർ ഞങ്ങൾക്ക് രാജി പൈസ കൊടുക്കാത്ത കാരണം. ആക്ച്വലി ഇവരിങ്ങനെ മറ്റേ കളർ ബുക്കായിരുന്നോ? കളർ ബുക്ക് ഉണ്ട്, മറ്റേ പൂവ്. അപ്പം നമ്മൾ പൂവ് ആക്ച്വലി പൂജയുടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ കയറിയത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇവർ കളർ ബുക്കൊക്കെ ആയിട്ട്, പിള്ളേരല്ല, കുറച്ച് വലിയ ആൾക്കാരൊക്കെ തന്നെ, അവർ ഈ സാധനം വാങ്ങിച്ചിട്ട് നമ്മളെ പ്രാഗുക. നല്ല പ്രാക്ക് കിട്ടിയിട്ടുണ്ട് ചേച്ചിക്ക്. ഇനി നമുക്ക് റൂമിൽ പോയി റെഡി ആയിട്ട് കാണാം. സോ നമ്മൾ സെക്കൻഡ് ഔട്ട്ഫിറ്റിലേക്ക് മാറി. പിന്നെ ഒരു പ്രശ്നമുള്ളത്, ഞാൻ ആക്ച്വലി എന്നെയാണ് നോക്കുന്നത് പല വീഡിയോ ക്ലിപ്സിലും, ക്യാമറയിലൊക്കെയല്ല. ഇനി അത് ശ്രദ്ധിക്കാം. സോ നമ്മളിപ്പോൾ റെഡിയായി. മഴ പെയ്യുന്നുണ്ട്, എന്നാലും നമ്മൾ സേക്രഡ് ബസിലിക്ക അതേപോലെ വൈറ്റ് ടൗൺ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോകാം. വൈറ്റ് ടൗണിലാവുമ്പോൾ ആക്ച്വലി നല്ല അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടും. നമ്മൾ സെറ്റായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്, ബട്ട് കാണാം. ഓക്കെ, പയ്യെ 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 പയ്യെ. നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി. ഐ മീൻ സെക്കൻഡ്. ടെമ്പിൾ കഴിഞ്ഞിട്ടുള്ള, നമ്മൾ ഡ്രസ് ചേഞ്ചും കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇത് സേക്രഡ് ഹാർട്ട് ബസിലിക്കയാണ്. ഫേമസ് പള്ളിയാണ്. ഞാൻ മുൻപ് വന്നിട്ടുണ്ട് നമ്മൾ കോളേജിൽ നിന്ന്, പക്ഷെ ഒന്നുകൂടി കാണാം. ഗോത്തിക് ആർക്കിടെക്ചറിൻ്റെ നല്ലൊരു എക്സാമ്പിളാണ് ഈ സേക്രഡ് ഹാർട്ട് ബസിലിക്ക. ഇവിടെ വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാനൊക്കെ ഇവിടുത്തെ ഇൻട്രിക്കേറ്റ് ഡിസൈൻസിനൊക്കെ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ സ്റ്റെയിൻ ഗ്ലാസ് വിൻഡോസ് പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ്. നല്ല വിവിഡായിട്ടുള്ള കളേഴ്സിൽ ബൈബിൾ സീൻസ് ചിത്രീകരിക്കുന്ന തരത്തിലായിരുന്നു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം ബസിലിക്കയുടെ ഒരു ഈസ്തറ്റിക് അപ്പിയറൻസ് മാത്രമല്ല, അകത്തൊരു സെറീൻ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത് സ്റ്റൈൽ ചെയ്തതല്ല, നമ്മളെ മൂഞ്ചതാണ്. രാവിലെ സന്തോഷമായിട്ട് ഇറങ്ങില്ല, പക്ഷെ ഫുള്ള് മഴയാണ്. എവിടെയും പോകാൻ പറ്റും. നമ്മൾ ആക്ച്വലി മഴ നനഞ്ഞ ആകെ ഒട്ടി മുട്ടയായിട്ടിരിക്കും. ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ. ഞങ്ങൾ ആക്ച്വലി ഇപ്പം
എവിടെ പോകാനിരുന്നേ? ഓറോബിന്ദോ ആശ്രം, അവിടെ പോകാനിരുന്നേ. പക്ഷെ നമ്മൾ മഴ നനഞ്ഞത് കാരണം നമ്മളിപ്പോൾ ഒരു മീനാക്ഷി റെസ്റ്റോറൻറ്റ് അല്ലേ, ഒരു വെജ് റെസ്റ്റോറൻറ്റ് വന്നപ്പോൾ ഇത് തിരിക്കാൻ പറ്റില്ലേ? ആക്ച്വലി ഒരു സുന്ദരനുണ്ട്. തീരെ മഴയില്ലാത്തതുകൊണ്ട് നമ്മൾ പല കളറുള്ള കോട്ട് വാങ്ങി. തീരെ മഴയില്ലാത്തതുകൊണ്ട് അതെ കോട്ട് വാങ്ങി. വീട്ടിൽ കോട്ട് ഉണ്ടായിട്ട് 130 രൂപയുടെ ഒരു കോട്ട് വാങ്ങിയിട്ടേക്കാണ്. 1926 ശ്രീ ഓറോബിന്ദോയും മിറ അൽഫാസ് ദ മദർ എന്നാണ് അറിയപ്പെടുന്നത്. അവർ സ്ഥാപിച്ചൊരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയാണ് ഓറോബിന്ദോ ആശ്രം. സ്പിരിച്വൽ ഗ്രോത്തിനും സെൽഫ് റിയലൈസേഷനും ഒക്കെ വേണ്ടി ഇൻറ്റഗ്രൽ യോഗ പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥലമാണിത്. അതായത് ഒരു പീസ്ഫുൾ മെഡിറ്റേഷണൽ പേർപ്പസിനാണ് കൂടുതലും വിസിറ്റേഴ്സ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കയറാൻ പറ്റുള്ളൂ. ചാനല് പൊട്ടി. ദേവ് 2 കൈകളുമായി പൊക്കി കയറ്റുന്നുണ്ട്. കയറ്റുമോ കയറുമോ കയറില്ലയോ നമുക്കിവിടെ കണ്ടു നിൽക്കാം. കെട്ടുന്നുണ്ട്, 2 കൈകളും കൂട്ടി വെച്ച് കെട്ടുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അഞ്ജലി എന്ത് ചെയ്യും മല്ലയ്യ എന്നുള്ള ഭാവത്തിൽ അഞ്ജലി. നടക്ക് നടക്ക്. ഞാൻ ആക്ച്വലി ഭയങ്കര സങ്കടത്തിലാണ്. കാരണം രാവിലെ ഒരുങ്ങി ഇറങ്ങിയ കോലം ഈ കോലം കണ്ടാൽ മനസ്സിലാവും. മുടിയൊക്കെ ആകെ നനഞ്ഞൊട്ടി. ഭയങ്കര മഴയാണ്, കുറച്ച് സീനാണ്. പോരാത്തതിന് ചെരുപ്പും പൊട്ടി. ഇതാണ് ചെരുപ്പിൻ്റെ അവസ്ഥ. മഴയും ഭയങ്കര സീനാണ്. ഇവർ ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ടും നമ്മളെല്ലാവരും ഇങ്ങനെ മഴയത്ത് ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുക. വേറെ വഴിയില്ല, കാരണം 2 ദിവസത്തെ ട്രിപ്പാണ്. നമുക്ക് ഫോട്ടോ എടുത്താലേ പറ്റുള്ളൂ. ഹായ് ഗൈസ്, ഞങ്ങൾ ആക്ച്വലി അതന്നെ കുറേ ആശിച്ച് ഞങ്ങൾ ആക്ച്വലി റൂമിൽ തിരിച്ച് വന്ന് റെഡി ആയിട്ട് എൻ്റെ പൊട്ടിയ ബൂട്ടും എല്ലാം മാറ്റി. ആക്ച്വലി ആ പൊട്ടിയ ബൂട്ട് ആക്ച്വലി കാണിച്ചു. അപ്പം ഓക്കെ. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പക്ഷേ ഡ്രസ്സല്ല, കുറച്ച് ഒരാൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. എന്നിട്ട് നമ്മളിപ്പോൾ റൂമിൽ വന്ന് പുറത്തിറങ്ങി ഫൈനലി എനിക്കൊരു ഫോട്ടോ കിട്ടി. ഇത്ര നേരം ആക്ച്വലി മുടിയൊക്കെ പൊട്ടയത് കാരണം ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആക്ച്വലി ഫോട്ടോ കിട്ടി. സോ അതിൻ്റെ സന്തോഷത്തിലാണ്. ഇപ്പോൾ നമ്മൾ ഫ്രഞ്ച് ടൗൺ ഒന്ന് ഇരുട്ടായി തുടങ്ങി. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഫോട്ടോ എടുത്തിട്ട് പിന്നെയും ഔട്ട്ഫിറ്റ് ആക്ച്വലി മാറും. ആകെ 2 ദിവസമല്ലേ ഉള്ളൂ. അതെ, നിന്റെ വ്ലോഗാ. ഫോട്ടോ എടുക്കാൻ ബോഗൺവില്ല പൂക്കളുടെ താഴെ നിന്ന് ഫോട്ടോ എടുക്കാൻ വന്നതാണ്. പക്ഷെ ബോഗൺവില്ല കരിഞ്ഞിരിക്കണം. എൻ്റെ ബോഗൺവില്ല പൂക്കളും നമ്മൾ അഞ്ജലിക്ക് വേണ്ടി വ്ളോഗ് ചെയ്യാണ്.
നമ്മളിപ്പോ ഇന്നത്തെ ദിവസത്തെ ലാസ്റ്റ് പാർട്ടാണ്. ഒന്നും കൂടെ ഉണ്ട്, ബേക്കർ സ്ട്രീറ്റും കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ചേർച്ചിലാണ്, നമ്മൾ കാണിച്ചു തരാട്ടാ. നോട്രഡാം ചർച്ച് ഫ്രഞ്ച് കൊളോണിയൽ ആർക്കിടെക്ചറിൻ്റെ ഒരു എക്സാമ്പിളാണ്. നല്ലൊരു സെറീൻ ആംബിയൻസും ഒരു യൂണീക്ക് ചാർമിനൊക്കെ പേര് കേട്ടൊരു പള്ളിയാണിത്. പിന്നെ നമ്മളെ വണ്ടറടിപ്പിക്കുന്ന തരത്തിലുള്ള ഇൻട്രിക്കേറ്റ് പാറ്റേൺസും പേസ്റ്റൽ ഹ്യൂഡ് ആർട്ട് വർക്ക്സും നിറഞ്ഞൊരു മാസ്റ്റർ പീസ് തന്നെയാണ് ഇവരുടെ സീലിംഗ്. അതായത് ഈ ട്രിപ്പിൽ വന്ന് കണ്ടതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു ഇൻറ്റീരിയർ ആയിരുന്നു ഇത്. ചേർച്ചിൽ നിന്ന് ഇറങ്ങി നമ്മൾ സ്ട്രീറ്റ് പോയത് വ്ളോഗേഴ്സ് എല്ലാം ഭയങ്കര ഹൈപ്പ് ചെയ്ത് പറയുന്നൊരു കഫേയിലേക്കാണ്, ബേക്കർ സ്ട്രീറ്റ്. എന്താ വേണ്ടേ? ചോക്ലേറ്റ് മാക്രോൺ, അതൊക്കെ പോപ്സിക്കിൾ, ആ പേസ്ട്രിയുടെ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോകും. ഓക്കെ, ഇപ്പൊ ബേക്കർ സ്ട്രീറ്റിനെ കുറിച്ച് എന്താ അഭിപ്രായം? ക്രീംസുകളൊക്കെ പറ്റിയ സ്ഥലം, പക്ഷേ റേറ്റ്സ് ആർ വെരി ഹൈ. നമ്മൾ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. സോ ടേസ്റ്റ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും ഇതിപ്പോ ഒരു ജെനുവിൻ ആയിട്ടുള്ള റേറ്റ് ആണോ അതെയോ. എല്ലാരും എപ്പോഴും ഹൈപ്പ് ചെയ്ത് പറയുന്ന ഒരു സ്പോട്ടാണല്ലോ. പക്ഷേ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം ഓരോ പീസ് കേക്കൊക്കെ ഭയങ്കര അൺറീസണബിൾ എമൗണ്ട് ആണ് ഇവിടെ കമ്പാരിറ്റീവ്ലി. നമുക്കൊരു 1/2 കിലോ കേക്ക് വാങ്ങാൻ കാശാണ് നമ്മളോട് 1 പീസ് കേക്കിന് കൊടുക്കുന്നത്. സോ ലെറ്റ്സ് ട്രൈ കഴിച്ചു നോക്കാം. rate this out of 5, okay? Coffee. ഡാർക്ക് ചോക്ലേറ്റ് അവരുടെ ഡബിൾ Rate it about 5. 5 considering the price. 2.5. Prices. ഇത് 200 രൂപയാണ്, ഇത് 130. അല്ലെങ്കിൽ ഏറ്റവും ഇതില് ഔട്ട്ഫിറ്റ്സിൽ മാത്രമുള്ള റിച്ച്നെസ്. നമ്മൾ ആക്ച്വലി ബ്രോക്കാണ്. ഗരീബി ലോഗ് അതില് തീരൂട്ടോ. ചോക്ലേറ്റ് അത് തണുത്ത ചോക്ലേറ്റ്. നമ്മൾ മറ്റേ നമ്മുടെ വീഡിയോസിൽ മറ്റേ ഇംഗ്ലണ്ടിലൊക്കെ നമുക്ക് ചോക്ലേറ്റിന്റെ പൊട്ടി ഒഴിയൂലേ, അതാണ് പ്രതീക്ഷിച്ചത്. ഇങ്ങനെയാണ് ഇത് കഴിക്കുന്നത്. ഹായ് ഗായ്സ്, നമ്മള് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ റെഡിയായി, ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്തു. കണ്ടോ ഞങ്ങൾ ഔട്ട്ഫിറ്റ് കാണിച്ചാണ്, വേറെ ഒന്നുമല്ല. ഇനി നമ്മള് ബീച്ചിൽ പോവാണ്. എന്നിട്ട് നമ്മള് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വന്നിട്ട് കിടന്നുറങ്ങും. ഹലോ ഗായ്സ്. ഹായ് ഗായ്സ്. പിന്നെ ഞങ്ങൾ വന്നു. എപ്പോഴും വരും. ഞങ്ങക്ക് ഭയങ്കര ഞങ്ങളുടെ സൗന്ദര്യം കണ്ട് ആസ്വദിച്ച് തല പൊക്കാൻ വയ്യാത്ത അവസ്ഥയില. കണ്ടോ? അതെ, വെറും ഷോ ആണ്. എല്ലാവർക്കും ഇത്ര നല്ല ഹൃദയം ഉണ്ടാവണമെന്നില്ല. അതെ, 2 ക്ലിപ്പുകൾ അതും അഞ്ചിനെ അടിച്ചു മാറ്റിയിട്ട് പിങ്ക് ആൻഡ് ലൈറ്റ് പിങ്ക് ക്യൂട്ട് ക്ലിപ്പുകൾ തന്നെ സഹായിച്ച അഞ്ജനെ ഞങ്ങൾ ഈ വീഡിയോയിൽ അഭ്യർത്ഥിക്കും. ഇത്രയും നല്ല ഇത്രയും ബ്യൂട്ടിഫുൾ ആയ അഞ്ജലിനെ മാറ്റി 2 ക്ലിപ്പുകൾ നോക്കണേ. കണ്ടില്ല എല്ലാരും? അതാണ് ക്ലിപ്പ്. ഓക്കെ ഗായ്സ്, ഞങ്ങള് ഇടക്കിടക്ക് വരും. ബുദ്ധിമുട്ടിക്കും, എന്നാലും സഹിക്കണം.
നമ്മളിത് ഫസ്റ്റ് വ്ലോഗ് ആയതുകൊണ്ട് സൂപ്പറല്ലോ. വിജനമായ റോക്ക് ബീച്ച് ഏരിയ. ആകെ ഈ പ്രൊമിനാഡ് ഹോട്ടൽ മാത്രമേ ഉള്ളൂ കുറച്ച് കത്തി നിൽക്കുന്നത്. ബാക്കിയൊക്കെ ഫുൾ ആക്ച്വലി ഭയങ്കര ഡള്ളാണ്. എന്താ സംഭവം എന്നറിയാം. ഇവിടെ ആക്ച്വലി ആരുമില്ല. ഫസ്റ്റ് ഇയറിൽ നമ്മൾ വന്നപ്പോൾ ഇവിടെ ആക്ച്വലി ഭയങ്കര തിരക്കായിരുന്നു. നമ്മളെല്ലാവരും രാത്രി ഇറങ്ങി ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് നടന്നത്. ഇത് റോക്ക് ബീച്ചാണ് കേട്ടോ. ഒരു ഫേമസ് സ്പോട്ടാണ്. ഒരു മറ്റേ സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട്. റോക്ക് ബീച്ച് അല്ലെങ്കിൽ പ്രൊമിനാഡ് ബീച്ച് എന്നൊക്കെ പറയുന്നത് ഇതാണ്. അപ്പം നമ്മൾ ആക്ച്വലി മഴയായത് കാരണം കോട്ടൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. ഔട്ട്ഫിറ്റൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു, പക്ഷെ ഒരു കാര്യമില്ല. നമ്മൾ ആക്ച്വലി കോട്ടൊന്നും ഊരി മഴ കുറയണ കണ്ടപ്പോൾ. ഇപ്പം മഴ പെയ്യുക. നമ്മളോട് ഭയങ്കര ദേഷ്യമാണ് തോന്നുന്നു മഴ. കോട്ടിടട്ടെ. ഇത് കണ്ട നോക്കി അച്ചടാ. കഷ്ടപ്പാട്. നമ്മുടെ ഇതിലൊക്കെ ഒന്ന് കറി രണ്ട് മഷ്റൂം ഫ്രൈഡ് റൈസ് അല്ലേ? മഷ്റൂം ഫ്രൈഡ് റൈസും ചിക്കൻ 65. ദിസ് ഇസ് അമ്മ ഓൺ കോൾ. എൻ്റെ അമ്മ. ഓക്കെ, സോ നമ്മൾ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എവിടെ പോകുന്നു? വണ്ടി ഇവിടെ ആക്ച്വലി ഭയങ്കര സീനാണ് ആൾക്കാരുടെ ഡ്രൈവിങ്. ഒന്നും പറയാനില്ല. ഭയങ്കര സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടിച്ചിങ്ങനെ കൊല്ലാനായിട്ട് വരിക. എറണാകുളം ജില്ലയിലേക്കാളും എന്താ എറണാകുളം ജില്ലയിലെ റൈഡേഴ്സിനേക്കാളും കഷ്ടം. അതെ, എറണാകുളത്താണ് ആക്ച്വലി ആൾക്കാർ മറ്റേ ശ്രദ്ധിക്കാതെ വണ്ടി ഓടിക്കുന്നു എന്നൊക്കെ. അതെ, ഇടയിലൊക്കെ കയറി വണ്ടി ഓടിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പറയാം. പക്ഷെ ഇത് അതൊന്നുമല്ല. ഇത് ലെഫ്റ്റും റൈറ്റും എന്നൊക്കെ നമ്മൾ ഇടിച്ചിട്ടാ പോണത്. ഇത് നമുക്ക് വണ്ടി നമ്മൾ അത്രയും റെന്റിന് എടുത്ത് തന്നെ അത്രയും സൂക്ഷിച്ചാണ് പോണത്. അതിന്റെ ഇടയിൽ കൂടെ കൊല്ലാനായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നിന്നൊക്കെ ആൾക്കാർ വരും. ഭയങ്കര സീനാണ്. അതാണെന്നില്ല സ്ട്രെയിറ്റ്. നമുക്ക് സ്ട്രെയിറ്റ് പോയിട്ട് പിന്നെ തിരിച്ചു വരാം. നാശം. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞാൽ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് കൊല്ലാനായിട്ട് ആൾക്കാർ വരും. ഞാൻ തുടച്ചു കണ്ണില് ക്രീം പോയി. ഇത് മിക്കവാറും നമ്മൾ കിടക്കും. ഡ്രസ് മാറി കിടക്കും. നാളെ സോ നമ്മൾ സെക്കൻഡ് ഡേ ആയി. ഞങ്ങൾ റെഡിയായി, പാക്ക് ചെയ്തു. ലഗേജൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യണം. പിന്നെ അതേപോലെ ഇവിടുത്തെ ചേട്ടൻ ആക്ച്വലി നല്ല ചേട്ടനാണ്. ചേട്ടൻ നമുക്ക് ഒരു 3 മണി വരെ നമുക്കിവിടെ ലഗേജൊക്കെ വെക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കുഴപ്പമില്ല. നമ്മളിന്ന് ഇറങ്ങി ഇമാക്കുലേറ്റ് ചർച്ചാണോ? ഇമാക്കുലേറ്റ് ചർച്ചും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി അങ്ങനത്തെ. നമ്മൾ ഇറങ്ങാൻ നിൽക്കുക. ബാഗ് ഇവിടെ വെക്കി നമ്മൾ കറങ്ങാൻ പോകും. ഡ്രസ്സൊക്കെ മാറി സെറ്റായി. കോൾഡ് പിടിച്ചു. ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇറങ്ങിയിട്ട് കാണാം. ഞാൻ എന്നെ നോക്കി സംസാരിക്കണേ, അതെനിക്കറിയാം. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാനേ.
വന്നിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടിയൊക്കെയാണ് മസാലദോശയാണ് തിന്നുന്നത്. പയ്യെ പറയണത് ആൾക്കാരൊക്കെ അടുത്തുള്ളത് കൊണ്ടാണ് ചെയ്യാറ്. വേറെന്തെങ്കിലും ഒന്നുമില്ല. ഇത് മസാല ദോശ, അതും മസാല ദോശ, ഇതും മസാല ദോശ, ഇത് ഗീ പൊടി ദോശ. ഇതിലെവിടെ പൊടി? പൊടി. ഡിസംബർ ടൈം ആയതുകൊണ്ട് തന്നെ റോഡ് സൈഡിലെല്ലാം ക്രിസ്മസ് ഡെക്കേഴ്സും ക്രിപ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ഇമ്മാക്കുലേറ്റ് ചർച്ചിലേക്ക് നടന്നു പോയത്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ വന്നപ്പോൾ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ സ്കെച്ച് ചെയ്തായിരുന്നു. ആ ഫോട്ടോസ് ഞാൻ സൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അറൗണ്ട് 1692 ഈ ഒരു ഫ്രഞ്ച് ഇന്ത്യൻ ആർക്കിടെക്ചർ സ്റ്റൈൽ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു ഈ കത്തീഡ്രൽ ബിൽഡ് ചെയ്തത്. ഇവിടുത്തെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയാനായിട്ട് ഇവിടുത്തെ ഈ ഫെസേഡും ഫ്ലോറൽ ഡിസൈൻസും ഈ സ്റ്റെയിൻ ഗ്ലാസ് വിൻഡോസൊക്കെ തന്നെയാണ്. പിന്നെ ഹാർട്ട് ഓഫ് പോണ്ടിച്ചേരി മെയിൻ സെൻറ്ററിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഒരു മേജർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഈ ചർച്ച്. ഒരു റീൽസ് എടുക്കാൻ പോവാണ്. അതെ, നല്ല രസമുള്ള റീൽസ്. അതെ, സപ്പോർട്ട് ചെയ്യാം. താഴെ നമ്മള് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം, ഇൻസ്റ്റാഗ്രാം ലിങ്ക്. ലൈക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ അതിൻ്റെ ഷൂട്ട് ചെയ്യാൻ പോവാ. എന്താവും അറിയില്ല, നോക്കാം. സിനിമാറ്റിക് ആണോ വേണ്ടേ? നോർമൽ മതി. പ്രാക്ടീസ് ആണ് ഗൈസ്. നമ്മൾ റീൽസ് എടുക്കാൻ വേണ്ടിയുള്ള പ്രാക്ടീസിലാണ്. ഞാനും ചേച്ചിയും ഷൂട്ട് കഴിഞ്ഞു. ഇനി അഞ്ജലി ആൻഡ് ദേവിക രാജാണ് ഓൺ ദ ഫ്ലോർ. അതിന്റെ പ്രാക്ടീസ് സെക്ഷൻസ് ബിഹൈൻഡ് ദ സീൻസ് ആണ് നിങ്ങൾ കാണുന്നത്. അഞ്ജലിനെ പറയുന്നത് കോറിയോഗ്രാഫിക്കുന്നത്. ഇവിടെ നമ്മൾ ഫ്രഞ്ച് കോളനിയിൽ ഫോട്ടോഷൂട്ട് ചെയ്യാം വിത്ത് റീൽസ്. ഫോട്ടോസ് ഒക്കെ എടുക്കാൻ അടിപൊളി സ്ഥലം ഇവിടെ. കുറേ കളർഫുൾ വാൾസ്, ഐക്കോണിക്, ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്യണ്ടല്ലോ. വെള്ള വ്ളോഗില് റീൽ ഷൂട്ടിംഗ് ഗൈസ്. ബിഹൈൻഡ് ദ ക്യാമറ, ഓൺ ദ ക്യാമറ. ആക്ച്വലി ഇപ്പോൾ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. പുള്ളി ഫോട്ടോഗ്രാഫറാണ്. പുള്ളി അടിപൊളി ഫോട്ടോസ് ഞങ്ങളുടെ എടുത്തു തന്നു. ആക്ച്വലി ഒരു ഫോട്ടോ 30ക്ക് നല്ല, അതായത് നമ്മുടെ ഇന്ന് ആക്ച്വലി ഔട്ട്ഫിറ്റ് ഇന്നലത്തേക്കാളും ഇന്നലത്തെ അത്ര അടിപൊളി ഒന്നുമല്ല, പക്ഷേ പുള്ളി അടിപൊളി ഫോട്ടോസ് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് എടുത്തു തന്നു. അപ്പം നല്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു, പൈസ. ഓക്കെ, ചൂസ് ചെയ്തിട്ട് 30 കൊടുത്താൽ മതി. അപ്പം നമ്മൾ സിംഗിൾ എടുക്കാൻ പോവാ. നല്ല ഫോട്ടോസ്. ദേവ് ചോദിക്കായിരുന്നു എവിടെയായിരുന്നു ഇന്നലെ. അപ്പോൾ പുള്ളി പറയും മലയാളം എനിക്ക് മനസ്സിലാവും, അണ്ടർസ്റ്റാൻഡ് മലയാളം. എവിടെയായിരുന്നു ഇത്രയും കാലം, എവിടെയായിരുന്നു എന്നുള്ള മൈൻഡായിരുന്നു ഞങ്ങൾ. ഇതാണ് ആ ഫോട്ടോഗ്രാഫർ ചേട്ടൻ. ആളുടെ ഇൻസ്റ്റഗ്രാം ID ഞാൻ സൈഡിൽ താഴെ റൈറ്റ് ഹാൻഡ് കോർണറിൽ മെൻഷൻ ചെയ്തേക്കാം. നൈസ് ഫോട്ടോഗ്രാഫർ കേട്ടോ. ദേവു നരേറ്റ് ചെയ്യും. ഹായ് ഗായ്സ്, നമ്മൾ ആക്ച്വലി ജസ്റ്റ് റാൻഡം ആയിട്ട് പിക്ക് എടുക്കാൻ റീൽ എടുക്കാൻ നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് ഫോട്ടോ എടുത്ത് വരട്ടെ ചോദിച്ചു. ഇപ്പോൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾ മുമ്പ് കണ്ട ഷോർട്സ്. പോണ്ടിച്ചേരിനെ കുറിച്ച് എന്താ അഭിപ്രായം? പോണ്ടിച്ചേരി ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര നൈറ്റ് ലൈഫ് എന്ന് പറയാൻ ഇല്ല, പക്ഷേ മുൻപുണ്ടായിരുന്നു, പക്ഷെ ഇപ്പില്ല. ഫസ്റ്റ് ഇയർ നമ്മളൊരു 5 years ബാക്ക് വന്നിട്ടുണ്ട്. അപ്പം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒട്ടും ഇല്ല, നൈറ്റ് ലൈഫേ ഇല്ല. പക്ഷെ ഭയങ്കര ഒരു മൈൻഡ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. നല്ല രസമാണ്. അതെ, ജോലി ജീവിതത്തിന് ഒരു ഒരു പീസ്ഫുൾ, ഒരു ഹാപ്പി വൈബ്. ഹാപ്പിയാണോ ദേവു? ബി ഹാപ്പി. അല്ല, ഇൻ പോണ്ടിച്ചേരി യു വിൽ ബി ഹാപ്പി. യു വിൽ ബി ഹാപ്പി എന്ന് പറഞ്ഞു തീർന്നില്ല. നല്ല മഴ പെയ്ത് കുറച്ചധികം ടൈം അവിടെ വേസ്റ്റായി. പിന്നെ ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണമായിരുന്നു ഓറോവിൽ വിസിറ്റ് ചെയ്യാൻ പോകാൻ.
പിന്നെ അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു റീല് കണ്ട് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഫേമസ് ബിരിയാണി സ്പോട്ട്. അങ്ങനെ മഴ മാറിയപ്പോൾ നേരെ മാപ്പൊക്കെ ഇട്ട് ഏകദേശം ഒരു 12-13 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നു. പക്ഷേ ചെന്നപ്പോൾ വളരെ മോശം ലുക്കും പോരാത്തതിന് അടച്ചിട്ടേക്കുമായിരുന്നു ആ ഹോട്ടൽ. ഓക്കെ, ആക്ച്വലി ഇവരെ കൺവിൻസ് ചെയ്ത് ഇവിടം വരെ കൊണ്ടുവന്നിട്ട് കട അടച്ചിട്ടേക്കുക. 3 മണിക്ക് അടയ്ക്കുന്നതാണ് പറഞ്ഞതല്ല, മാപ്പിൽ എങ്ങനെയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നല്ല റെസ്റ്റോറൻറ്റ് നോക്കി തന്നെ കയറി. നമ്മുടെ ചോറ് വന്നത് ബിരിയാണിയാണ് നോക്കിയത്, പക്ഷെ കിട്ടിയില്ല, തീർന്നു പോയി. അപ്പോൾ ഇത് നോൺ വെജ് താലി. ഹലോ ഗായ്സ്, നമ്മള് മാട്രിമന്ദിർ കാണാൻ പോവാണ്. നമ്മൾ ഓറോവിലെത്തി. ഓറോവിൽ അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നില്ല, 10-12 കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്തു. വരുന്ന വഴി കുറച്ച് അലമ്പായിരുന്നതെന്ന് എടുക്കാൻ പറ്റിയില്ല. റോഡ് അടിപൊളിയാണ്, പക്ഷെ ആൾക്കാർ പൊട്ടയാണ്. ഭയങ്കര പൊട്ട ഡ്രൈവിംഗ് ഉള്ള ആൾക്കാരെ. ഡ്രൈവിംഗ് സ്കിൽസ് ഭയങ്കര ബാഡാ. അതെ, നമ്മളൊന്ന് തട്ടിയിടും. നമ്മള് സൂക്ഷിച്ചാൽ നമ്മള് ചാവൂല. 2 ആംബുലൻസിലായിട്ട് കൊച്ചിയിലേക്ക് പോവാ. പെട്ടി അത് കാരണം നമ്മളിവിടെ എത്തി. അത് പിന്നെ ഒരു കയ്യിൽ മാപ്പുള്ള കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പം നമ്മൾ ഓറോവിലെത്തിയിട്ട് മാട്രിമന്ദിർ കാണിക്കാം. മെയിനായിട്ട് നമ്മൾ അവിടെ പോവാം. നമ്മൾ സൈക്കിളിലല്ലേ വന്നേ? ആ, അതായത് നമ്മൾ ഈ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് സൈക്കിള് ഫസ്റ്റ് ഇയറിലട്ടാ സൈക്കിള് എടുത്തിട്ട് നമ്മളെല്ലാവരും കൂടി 30-40 പേരുണ്ടായിരുന്നില്ലേ, എല്ലാവരും സൈക്കിളിലാണ് ഫുൾ ചുറ്റിക്കണ്ടേ. 1968 ശ്രീ ഓറോബിന്ദോയും അദ്ദേഹത്തിൻ്റെ ഫിലോസഫി യൂസ് ചെയ്ത് മിറ അൽഫാസ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ദ മദർ, അവർ സ്ഥാപിച്ച ഒരു എക്സ്പെരിമെൻ്റൽ ടൗൺഷിപ്പാണ് ഈ ഓറോവിൽ. ഏകദേശം ഒരു 50-ലധികം രാജ്യങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആൾക്കാരാണ് ഇവിടെ. അപ്പോൾ അതിൽ ഈ ഭയങ്കര ചുറ്റും ഈ ലഷ് ഗ്രീനറിയും ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഓറോവിൽ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ സെൻറ്ററിൽ ലൊക്കേറ്റ് ചെയ്യുന്നൊരു സ്റ്റണ്ണിങ് ഗോൾഡൻ സ്ഫെറിക്കൽ സ്ട്രക്ചറാണ് ഈ മാട്രിമന്ദിർ. മെയിൻലി മെഡിറ്റേഷനും സ്പിരിച്വൽ ഗ്രോത്തിനൊക്കെ ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലേസാണിത്. ഇവിടെ മാട്രിമന്ദിർ ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസും ഡിസൈൻ എലമെൻസിൻ്റെ മോഡൽസും ഡിസൈൻ എക്സ്പ്ലനേഷനും ഒക്കെ ആയിട്ടുള്ളൊരു ഹാളിൽ കൂടിയാണ് നമ്മൾ എൻട്രി പാസ് വാങ്ങാൻ പോയത്. കാണിക്കാൻ വേണ്ടി വണ്ടിയിലൊരു ചേട്ടൻ ചെയ്തു നമ്മളെ. ഇതാണ് മാട്രിമന്ദിർ. ഈ ഒരു വ്യൂ പോയിൻ്റ് വരെ നമുക്ക് ആക്സസ് ഉള്ളൂ. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു വലിയ ക്രിസ്റ്റൽ ഗ്ലോബുണ്ട്. അതായത് സൺലൈറ്റ് ക്യാപ്ചർ ചെയ്യാനും റിഫ്ലക്റ്റ് ചെയ്യാനും പറ്റിയൊരു മെഡിറ്റേഷൻ ചേംബറാണ്. അകത്തേക്ക് നമുക്ക് ആക്സസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. പിന്നെ ഇതൊരു ടെമ്പിളല്ല, ബേസിക്കലി ഒരു മെഡിറ്റേഷൻ സെൻറ്ററാണ്. നമ്മൾ മാട്രിമന്ദിറിൽ നിന്ന് ഇറങ്ങി ബസ് കയറി തിരിച്ചു വന്നു ഓറോവിലിൻ്റെ അകത്ത്. ഇത് ആക്ച്വലി സ്വരം ഇവിടെയാന്ന് തോന്നുന്നു. ലേറ്റ് ആയതുകൊണ്ട് ഹോട്ടലിലെ ചേട്ടനെ വിളിച്ചപ്പോൾ ഭാഗ്യത്തിന് 7 വരെ ടൈം തന്നായിരുന്നു. ഇനി 12-13 കിലോമീറ്റേഴ്സ് തിരിച്ചു ഡ്രൈവ് ചെയ്യാനുണ്ടല്ലോ. പക്ഷേ അവിടെ നിന്ന് എല്ലാം കണ്ട് തിരിച്ചു പോകുന്ന വഴി നല്ല മഴ കിട്ടിയായിരുന്നു. ഗൂഗിൾ മാപ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ ഫോണും ചെറുതായിട്ടൊന്ന് അടിച്ചും പോയി. പിന്നെ എങ്ങനെയൊക്കെയോ റൂമെത്തി ഡ്രസ്സും മാറി ബാഗും എടുത്ത് വണ്ടി തിരിച്ചു കൊടുക്കാൻ പോയി റെൻ്റൽസിൻ്റെ സ്ഥലത്തേക്ക്. ഞങ്ങളുടെ ഫേസ് ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വണ്ടി കൊണ്ടുവച്ച് നേരെ ഇറങ്ങിയത് ഈ വെള്ളത്തിലേക്കായിരുന്നു. മുട്ട് വരെ ഉണ്ടായിരുന്നു വെള്ളം. നമ്മളാണെങ്കിൽ റൂമിൽ ചെന്ന് കുളിച്ച് റെഡി ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നാശമായി. പിന്നെ അതിൽ കൂടെ നടന്ന് ഓട്ടോ കയറിയപ്പോൾ ആണെങ്കിൽ
2 കിലോമീറ്ററിന് ആൾ 150 രൂപയാണ് ചാർജ് ചെയ്തത്. അവിടെ ആൾ നമ്മളെ ബസ് പിക്കപ്പ് സ്റ്റേഷനിലും തിരിച്ചു കൊണ്ടാക്കി. പിക്കപ്പ് സ്റ്റേഷൻ്റെ ആ ഭാഗത്തൊന്നും നല്ലൊരു റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ നടന്ന് നോക്കിയായിരുന്നു. പിന്നെ ലാസ്റ്റ് ചെന്നൈ സിൽസിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു ഫുഡ് ഔട്ട്ലെറ്റിൽ നിന്ന് പിസ്സയും നഗറ്റ്സൊക്കെ ഞങ്ങൾ വാങ്ങി കഴിച്ചു ഡിന്നറായിട്ട്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം ആലോചിച്ചിരുന്ന് ദീപ്തി ചേച്ചി നൈസായിട്ട് കയറി ഒരു പലാസവും വാങ്ങി ഡ്രസ്സ് മാറിയായിരുന്നു. അവിടെ നിന്ന് പിക്കപ്പ് വാനിൽ 9:30 കയറിയെങ്കിലും ഏതോ സ്ഥലത്ത് 11:30 വരെ ഹോൾട്ട് ചെയ്തിട്ടാണ് ലാസ്റ്റ് ബസ് ബോർഡ് കയറി പാടെ ഉറങ്ങിയും പോയി. രാവിലെ ഒരു 9:00 ആയപ്പോൾ നമ്മൾ എറണാകുളം തിരിച്ചെത്തി. മൂഡ് പോയതുകൊണ്ട് പ്രോപ്പർ വ്ളോഗിങ്ങോ സൈൻ ഓഫോ ഒന്നും പറയാൻ പറ്റിയില്ല. എന്നാലും ഈ ലാസ്റ്റ് റിട്ടേൺ ട്രാവൽ വെച്ച് ഒരുപാട് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു ഇത്. നിങ്ങൾ കാണാതെ പോകരുത്. ഈ നനഞ്ഞ മുടിയായിട്ടും ഈ കുട്ടി ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ കുട്ടീനെ നിങ്ങൾ ഒരു വലിയ നിലയിൽ എത്തിക്കണം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.